എ ഡീലർ ബൈസ് എ ലാപ്ടോപ്പ് ഫോർ ₹40,000. അപ്പോൾ ലാപ്ടോപ്പ് വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണ്? 40,000 ആണ്. അത് നമുക്ക് കോസ്റ്റ് പ്രൈസ് എഴുതാം. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 40,000. ഓക്കെ. ആൻഡ് ഡ്യൂ ടു ദ സ്ക്രാച്ച് ഓൺ ദ സ്ക്രീൻ ഹി സെൽ ഇറ്റ് അറ്റ് എ ലോസ് പെർസെൻറ്റേജ് 12%. അപ്പോൾ ലോസിന്റെ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്, വിച്ച് ഇസ് 12%. വാട്ട് ഇസ് ദ ടോട്ടൽ ലോസ് എമൗണ്ട് ഇൻ റുപ്പീസ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലോസ് എമൗണ്ട് ആണ്. ലോസ് എമൗണ്ട് ആണ് കണ്ടുപിടിക്കാൻ. സോ ഫോർമുല എന്ന് പറയുന്നത് ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഈസ് ഈക്വൽ ടു ലോസ് ബൈ CP × 100 ആണ്. ലോസ് ബൈ CP. ഡിനോമിനേറ്ററിൽ എപ്പോഴും CP ആണ്. കോസ്റ്റ് പ്രൈസ് വെച്ചിട്ടാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. സോ CP × 100. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ലോസിനെ. അപ്പോൾ ഫോർമുല എങ്ങനെയാണ്? ലോസ് ഇസ് ഈക്വൽ ടു ലോസ് പെർസെൻറ്റേജ് ഇൻറ്റു CP ബൈ 100. ഇതാണ് ഫോർമുല. സോ വിച്ച് ഇസ് ഈക്വൽ ടു ലോസ് പെർസെൻറ്റേജ് എത്രയാണ്? 12 ആണ്. 12 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് 40,000 ബൈ 100. സോ വിച്ച് ഇസ് ഈക്വൽ ടു ₹400 × 12 4800. അപ്പോൾ ഇതാണ് ലോസ് എന്ന് പറയുന്നത് 4800. നെക്സ്റ്റ് എന്താണ് കണ്ടുപിടിക്കാൻ? സെല്ലിംഗ് പ്രൈസ് ആണ് കണ്ടുപിടിക്കാൻ. സോ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കോസ്റ്റ് പ്രൈസ് നമുക്ക് അറിയാം. സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് പ്രൈസ് മൈനസ് ലോസ് ആണല്ലോ, മൈനസ് 4800 വിച്ച് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 40,000. അതിൽ നിന്ന് 4800 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 35,200. സോ 35,200 rupees ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്.